നമ്മുടെ മഞ്ഞളൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്തു കേട്ടോ. നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട് മഞ്ഞൾ. ഇനി നമുക്ക് ഈ മഞ്ഞൾ നന്നായിട്ട് കഴുകണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കഴുത്തിൻ്റെ അടിയിലുള്ളത് നമ്മുടെ തടയാണ്. അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം തന്നെ കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമുക്ക് കലത്തിലേക്ക് ആക്കണം. അത് നമുക്ക് കഴുകിയിട്ട് കാണാം. നമ്മളിത് ഈ കലത്തിലാണ് നമ്മുടെ മഞ്ഞൾ പുഴുങ്ങണേ. നമുക്ക് വേഗം തന്നെ അത് കഴുകിയിട്ട് നമ്മുടെ ഈ കലത്തിലേക്ക് മാറ്റാം. നമ്മൾ തടയൊക്കെ കഴുകി നമ്മുടെ കലത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മഞ്ഞൾ കഴുകാൻ പോകാനുണ്ട്. നമ്മളെല്ലാം മഞ്ഞളത് നമ്മൾ കഴുകി നമ്മളത് കലത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങാൻ വെക്കണം. നമുക്കിതിനി നമ്മുടെ അടുപ്പത്തേക്ക് വെക്കാൻ പോവാം. നമുക്കിത് നമ്മുടെ മഞ്ഞളിലേക്ക് നമുക്കിത് ഇതിൻ്റെ വക്ക് വരാണം. നമുക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കണ്ട. നമ്മുടെ കലത്തിൽ വക്കോളം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി ഇടണം. അത് നന്നായിട്ട് തിളച്ച് പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ചവിട്ടിയാണ് അത് കഴുകി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി വയ്ക്കുക. അപ്പം പൊന്തി അമർത്തണം. തിളച്ച് പൊന്തി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ചെയ്യണേ. നമുക്കിത് നന്നായിട്ട് തീ കത്തിക്കാം കേട്ടോ. അത് നന്നായിട്ട് വേണം. നമുക്ക് നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കാം. നമുക്കിനി വെന്തിട്ട് കാണാം. നമ്മുടെ മഞ്ഞൾ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമുക്കത് വെന്തോന്ന് നോക്കി നോക്കാം. ചിലത് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കുത്തുമ്പോൾ കണ്ടോ, കുത്തിയിട്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് വെള്ളം ഊറ്റി നമുക്കിനി ഉണങ്ങാനിടാം. അതെ, നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി എടുക്കുകയാണ്. കോരി ഇട്ട് നമ്മളൊരു ടയർ കൊട്ടയിലേക്ക് മാറ്റുവാണ്. നമ്മളത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളത് വെയിലത്തേക്ക് ഇടാൻ പോവാണേ. നമ്മൾ പുഴുങ്ങിയെടുത്ത ഫസ്റ്റത്തെ ട്രിപ്പ് എല്ലാം നമ്മൾ വെയിലത്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയിടണം. കൈ കൊണ്ടാക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. പരത്തിയിടാം. അതെ, നമ്മളെല്ലാം ഇവിടെ പരത്തിയിട്ടിട്ടുണ്ട്. ഒരു 3-4 ദിവസം നന്നായിട്ട് വെയിലത്ത് കിടന്ന് ഉണങ്ങണം. എന്നാലാണ് നമുക്കിനി പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മഞ്ഞളുടെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടാറ്റാ.